നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് വൻ ഭീകരാക്രമണ പദ്ധതികളുടെ വിവരങ്ങൾ. ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് അടങ്ങിയ ഭീകര സംഘം കഴിഞ്ഞ 2 വർഷമായി ആസൂത്രണം ചെയ്തത് വൻ സ്ഫോടനങ്ങളെന്ന് വിവരം. ചെങ്കോട്ടയടക്കം 6 ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണങ്ങൾ നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർ മുസമ്മിൽ ഗസായിയുടെയും ഉമർ നബിയുടെയും ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. 3 വർഷമായി യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിപ്പിച്ചിരുന്ന ഡോക്ടർ മുസമ്മിലാണ് 2 മുറികളും വാടകയ്ക്കെടുത്തത്. ഇതിലൊന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയും മറ്റൊന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തുമായിരുന്നു. ഉമറും മുസമ്മിലും സ്ഫോടക വസ്തുക്കൾ രഹസ്യമായി കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത് ഈ മുറികളിലാണ്. പിടിച്ചെടുത്ത നോട്ട് ബുക്കുകളിലും ഡയറികളിലും നവംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളോടുകൂടിയ രഹസ്യ കോഡുകളും പേരുകളും നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ സൂചനയാണ് നൽകുന്നത്. ഓപ്പറേഷൻ എന്ന വാക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പ്രതികളായ ഉമർ നബി, ഡോക്ടർ മുസമ്മിൽ ഗനായി, ഡോക്ടർ ആദിൽ, ഡോക്ടർ ഷഹീൻ എന്നിവർ ചേർന്ന് 20 ലക്ഷം രൂപയോളം സമാഹരിച്ച് ഉമറിന് കൈമാറി. IED നിർമ്മിക്കാനായി 20 ക്വിന്റലിലധികം NPK വളം സംഘടിപ്പിച്ചത് ഈ തുക ഉപയോഗിച്ചാണ്. ബോംബ് നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്നും രാസവസ്തുക്കളും മോഷ്ടിച്ചു. മുസാമിലിന്റെ മുറിയിൽ ബോംബ് നിർമ്മിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തി. കൂട്ടാളികൾ പിടിക്കപ്പെട്ടതോടെയാണ് പെട്ടെന്ന് സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ തീരുമാനിച്ചത്. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. അതിനാണ് കാർ ചെങ്കോട്ടയിൽ 3 മണിക്കൂറോളം പാർക്ക് ചെയ്തത്. തിരക്ക് കുറഞ്ഞത് കാരണം പദ്ധതി മാറ്റി. ചെങ്കോട്ട സിഗ്നലിന് സമീപം സ്ഫോടനം പെട്ടെന്ന് തയ്യാറാക്കിയ പദ്ധതിയെന്നാണ് നിഗമനം. ഡൽഹിയിൽ 11 മണിക്കൂറോളം ഹ്യുണ്ടായി i20 വാഹനത്തിൽ കറങ്ങിയതും കാൽനട യാത്രക്കാർ കൂടുതലുള്ള സ്ഥലം ലക്ഷ്യമിട്ടായിരുന്നു. കൊണാട്ട് പ്ലേസിൽ ഒമർ കാറിൽ കറങ്ങുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. 32 വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി 4 വാഹനങ്ങളാണ് ഇവർ ആദ്യം വാങ്ങിയത്. ഇതിൽ 3ാമത്തെ വാഹനമായ മാരുതി ബ്രസ കാർ അൽഫല സർവകലാശാല ക്യാമ്പസിൽ നിന്ന് കണ്ടെത്തി. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹഭാഗം കണ്ടെത്തി. അതിനിടെ ഡോക്ടർ ഷഹീനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ കൂടി UP ATS അറസ്റ്റ് ചെയ്തു. ജമ്മു കശ്മീർ സ്വദേശിയായ മുഹമ്മദ് ആരിഫ് കാൻപൂർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ കാർഡിയോളജി വിദ്യാർത്ഥിയാണ്. ചുവന്ന എക്കോസ്പോർട്ട് കാർ ഉപേക്ഷിച്ച ഫഹീം എന്നയാളും അറസ്റ്റിലായി. ഡോക്ടർ ഉമർ നബിയുടെ ബന്ധുവാണ് ഇയാൾ. 24 ഡൽഹി. ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച i20 കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് സ്ഥിരീകരണം. ഡോക്ടർ ഉമർ പ്രവർത്തിച്ചത് തുർക്കി ആസ്ഥാനമായ ഉകാസ എന്ന രഹസ്യ ഹാൻഡിലിന്റെ നിർദ്ദേശമനുസരിച്ചെന്നാണ് കണ്ടെത്തൽ. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉകാസയാണ്. അതിനിടെ ഫരീദാബാദിലെ അൽ ഫല സർവകലാശാലയ്ക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചു. കുടുംബാംഗങ്ങളുടെ DNA സാമ്പിൾ പരിശോധനയിലാണ് സ്ഫോടനത്തിൽ ഡോക്ടർ ഉമർ മുഹമ്മദും കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചത്. പ്രതികൾ വൻ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡിസംബർ 6-ന് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർ ഉമർ മുഹമ്മദും ഡോക്ടർ മുസ്മിൻ ഷക്കീലും തുർക്കി സന്ദർശിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇരുവരുടെയും പാസ്പോർട്ടുകളിൽ തുർക്കി ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ കണ്ടെത്തി. തുർക്കി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഡോക്ടർ മുസമ്മിൽ അൽഫല മെഡിക്കൽ കോളേജിൽ ചേർന്നത്. ഡോക്ടർ അദീലിന് സഹാറൻപൂരിലായിരുന്നു നിയമനം. റിക്രൂട്ട്മെന്റിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം തെരഞ്ഞെടുക്കുകയായിരുന്നു. ഡോക്ടർ ഉമർ മുഹമ്മദ് രഹസ്യ ഹാൻഡിലായ ഉകാസയുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. ഇയാളെ കാണാനാണ് ഡോക്ടർ ഉമർ തുർക്കിയിൽ പോയതെന്നും ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉമർ ഉകാസയുമായി പങ്കുവച്ചുവെന്നും വിവരമുണ്ട്. ഉകാസ എന്ന വാക്കിന് അറബിയിൽ ചിലന്തി എന്നർത്ഥം. തുർക്കി കേന്ദ്രീകരിച്ചുള്ള ഉകാസ എന്ന രഹസ്യ ഹാൻഡിലിനു പിന്നിൽ ആര്? അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉകാസ എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിനീത VG 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ഇനി നിർണായകം. നാളെ തന്നെ ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കും. കേസിൽ അറസ്റ്റിലായ N വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് SIT കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടാണ് പത്മകുമാറിന് കുരുക്കായത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എൻ വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്രസിഡന്റായപ്പോൾ എൻ വാസു മറ്റിടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രിയായിരുന്ന കാലത്തെ തന്റെ ബോധ്യമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് അദ്ദേഹം ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത്, ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത്, ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല. അതേസമയം 2 കേസുകളിലെയും പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം 17-ന് നടക്കും. ഇതിനായി ഹൈക്കോടതി അനുമതി നൽകി. ശബരിമലയിലെ പരിശോധനയ്ക്ക് ആചാരപ്രകാരം തന്ത്രിയുടെ അനുമതി കൂടി ലഭിക്കണം. അതേസമയം 2019-ലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ശബരിമലയിലെ സെക്ഷൻ ക്ലർക്ക് ശ്യാം പ്രകാശിന് നിർബന്ധിത അവധി നൽകിയതിന് പിന്നാലെ വർക്കല ഗ്രൂപ്പിലേക്ക് സ്ഥലം മാറ്റി. അതിനിടെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും തള്ളി. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി മരവിപ്പിച്ച് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി. RSSനെ പ്രതിരോധിക്കാൻ തങ്ങൾ മാത്രമേയുള്ളൂവെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നെന്ന് ശിവൻകുട്ടി തുറന്നടിച്ചു. ഒരു പ്രകോപനത്തിലും വീഴാൻ CPI ഇല്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. PM ശ്രീ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയായോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ കത്തയച്ചതോടെ CPIM CPI തർക്കം അവസാനിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ പുതിയ വിവാദം തുടങ്ങുകയായിരുന്നു. കത്തയച്ചത് LDFന്റെ രാഷ്ട്രീയ വിജയമെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് CPMനില്ല. മന്ത്രിസഭാ ഉപസമിതിയെപ്പോലും ബിനോയ് വിശ്വം പുച്ഛത്തോടെയാണ് കണ്ടത്. SSK ഫണ്ട് ഇനി കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെന്നും വി ശിവൻകുട്ടി. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PM ശ്രീ വിഷയത്തിൽ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം, ജനവിധത്തിലുള്ള വാർത്തയാണ് ബിനോയ് വിശ്വം. അത് താഴോട്ട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരെപ്പറ്റിയാണ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് സംബന്ധിച്ച് നന്നായി മനസ്സിലാകും. നമ്മളൊന്നും മണ്ടന്മാരൊന്നുമല്ലല്ലോ. എഴുതി തയ്യാറാക്കിയായിരുന്നു മന്ത്രിയുടെ വിമർശനങ്ങൾ. ശിവൻകുട്ടി പ്രകോപിതനാവാൻ കാരണമെന്താണെന്ന് അറിയില്ലെന്നും രാഷ്ട്രീയ ബോധ്യം പഠിപ്പിക്കാൻ താൻ ആളല്ലെന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഇപ്പോൾ ഈ സമയത്ത് സഖാവ് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PM ശ്രീ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നും മന്ത്രിസഭാ ഉപസമിതി തീരുമാനപ്രകാരം മുന്നോട്ടു പോകുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇതിനിടെ PM ശ്രീ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയായോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. പത്രപ്രവർത്തകനായിട്ട് എത്ര കാലമായെന്നായിരുന്നു മറുചോദ്യം. ചർച്ചകളുണ്ടായോ? 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. കണ്ണൂർ മുൻ ACP TK രത്നകുമാർ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ LDF സ്ഥാനാർത്ഥി. ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായ കേസന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല രത്നകുമാറിനായിരുന്നു. ഷഹദ് റഹ്മാനാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഹദ്, ഗുഡ് ഈവനിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസായി പല സ്ഥാനാർത്ഥികളും വരുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അത്തരത്തിൽ ഒരു LDF സ്ഥാനാർത്ഥി കൂടി വരികയാണല്ലോ. ക്രിസ്ത്യ, ഈ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോവുക, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ PP ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ, അതായത് ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായ കേസിൽ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലക്കാരനായിട്ടുള്ള രത്നകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി CPM ഇറക്കിയിട്ടുള്ളത്. കണ്ണൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ പശ്ചാത്തലത്തിൽ ഇത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതായത് അദ്ദേഹം ശ്രീകണ്ഠാപുരം നഗരസഭയിലാണ് കോട്ടൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തിറക്കിയ ഈ റിലീസിൽ, അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായൊക്കെ തന്നെ രംഗത്ത് വരുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം ഈ വിഷയത്തിൽ നൽകാനാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു.
അങ്ങനെ ശ്രീകണ്ഠാപുരം നഗരസഭ അവിടുത്തെ സ്ഥാനാർത്ഥിയൊക്കെ ചർച്ചയാകാൻ പോവുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ വരും. ഷഹദ് റഹ്മാനാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPIM ഡീൽ ആരോപിച്ച് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ പുറത്താക്കി. കൊല്ലത്ത് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയ്ക്കെതിരെ കൊല്ലം DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. പന്തളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും BJPയിൽ ചേർന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP CPIM ഡീലുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രനാണ് പിന്നിലെന്നുമായിരുന്നു ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകിന്റെ ആരോപണം. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പ്രതികരണത്തിന് പിന്നാലെ ആനിയെ CPIMൽ നിന്ന് പുറത്താക്കി. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആനി അശോകൻ. CPIMന്റെ ഉടുപ്പിട്ട RSSകാരനും BJPക്കാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ. സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കും. തനിക്ക് കഴക്കൂട്ടത്തെ ജനങ്ങളുമായാണ് ഡീലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. എനിക്ക് ഡീലുണ്ട്. അത് ആരുമായിട്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ടാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ BJP ഏജന്റാണെന്ന് കൊല്ലം DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെന്ന് ബിന്ദു കൃഷ്ണ. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാത്ത ഒരു ഭരണകൂടത്തിനെതിരെയുള്ള വികാരം ശക്തമായി നിൽക്കുമ്പോൾ UDF ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരെ നല്ല രീതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും അധികാരത്തിലുള്ളവർ അസ്വസ്ഥരാകും. അതിന്റെ ഭാഗമായി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതാകാം. കൊല്ലം എഴുകോണിൽ 2 മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാജിവെച്ചു. CPIയിലെ P സിംലാസനൻ, കോൺഗ്രസിലെ അഡ്വക്കേറ്റ് രതീഷ് കളിത്തട്ടിൽ എന്നിവരാണ് സ്വന്തം പാർട്ടികളിൽ നിന്ന് രാജിവെച്ചത്. രതീഷ് കളിത്തട്ടിൽ CPIMൽ ചേരും. പത്തനംതിട്ട പന്തളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും BJPയിൽ ചേർന്നു. ഇടയാടി ബ്രാഞ്ച് സെക്രട്ടറി K ഹരിയും കുടുംബവുമാണ് BJPയിൽ ചേർന്നത്. പാലക്കാട് തേങ്കുറിശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A സലനയും തെക്കുംപുറം മുൻ ബ്രാഞ്ച് സെക്രട്ടറി V പത്മനാഭനും CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 15 സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. സംവിധായകൻ VM വിനു കല്ലായിയിൽ സ്ഥാനാർത്ഥിയാകും. കോഴിക്കോടിന്റെ വികസനത്തിനു വേണ്ടി ശ്രമിക്കുമെന്ന് VM വിനു 24നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയെ എതിർക്കുന്നവർ പാർട്ടിയിൽ കാണില്ലെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. സംവിധായകൻ VM വിനു കല്ലായിയിൽ സ്ഥാനാർത്ഥിയാകും. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പാറോപ്പടിയിൽ നിന്നും മത്സരിക്കും. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിരുന്ന KC ശോഭിതയുടെ സ്ഥാനാർത്ഥിത്വം 2ാം ഘട്ടത്തിലില്ല. വെയിറ്റ് ആൻഡ് സീ എന്നായിരുന്നു ഇതിനോടുള്ള DCC പ്രസിഡന്റിന്റെ മറുപടി. കോഴിക്കോടിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുമെന്ന് VM വിനു 24നോട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ കോഴിക്കോടിനെ പറ്റി ഒരു ഭാവനയും എൻ്റെ കുറേ ചിന്താഗതിയുണ്ട്. എനിക്ക് നന്നാക്കണമെന്ന് വലിയ ആഗ്രഹം. RJD സ്ഥാനാർത്ഥികൾ ഒഴിച്ചുള്ള സ്ഥാനാർത്ഥികളെ ജില്ലാ പഞ്ചായത്തിലേക്ക് LDF പ്രഖ്യാപിച്ചു. RJD സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. തകർപ്പൻ വിജയം ജില്ലയിലുണ്ടാകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. കോഴിക്കോട് കേരളത്തിൽ മറ്റു 13 ജില്ലകളെ അപേക്ഷിച്ച് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിക്കടി മുന്നോട്ട് കയറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 30 വർഷമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ഒരു അസൂയാവഹമായ വിജയമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരും. ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച പട്ടികയിൽ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് P താജുദ്ദീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ, ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് P ശാരദി എന്നിവർ ഉൾപ്പെടുന്നു. മറ്റന്നാളായിരിക്കും LDFന്റെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 24 കോഴിക്കോട്. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയം പ്രവചിച്ചതിന്റെ ആവേശത്തിലാണ് NDA ക്യാമ്പ്. റെക്കോർഡ് പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്ന മഹാസഖ്യം കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24 സജ്ജമാണ്. വാശിയേറിയ പ്രചാരണം, ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ്, എല്ലാത്തിനുമൊടുവിൽ അധികാരം ആരുടെ കൈകളിലേക്കെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം നീളുന്ന കാത്തിരിപ്പാണിനി. 38 ജില്ലകളിലായി 46 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങും. എക്സിറ്റ് പോളുകൾ വൻ വിജയമാണ് NDAക്ക് പ്രവചിക്കുന്നത്. JDU കൂട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും. നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്കെന്ന് ഉറപ്പിക്കുന്നു മുന്നണി. കടുവ ജീവനോടെ തന്നെ ഉണ്ടെന്ന പോസ്റ്ററുകൾ JDU ഓഫീസിന് മുന്നിൽ ഇന്ന് കണ്ടു. എക്സിറ്റ് പോളിൽ പിന്നിലാണെങ്കിലും ജനങ്ങൾ നൽകിയ എക്സാറ്റ് പോളിൽ വൻ വിജയം നേടുമെന്ന് RJD നേതാവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞു. ബീഹാറിൽ വൻതോതിൽ വോട്ട് കൊള്ള നടന്നിട്ടുണ്ടെന്ന് ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് പറഞ്ഞു. ഇന്നലെ റോത്താസ് ജില്ലയിലെ ഒരു ചന്തയിൽ EVMകൾ നിറച്ച ഒരു ട്രക്ക് എത്തിയെന്ന പ്രചാരണമുണ്ടായി. സ്ഥാനാർത്ഥികളോടൊപ്പം ട്രക്ക് പരിശോധിച്ചെന്നും വെറും കാലിപ്പെട്ടികളാണ് ഉണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 24 പട്ന.
പാലക്കാട് കണ്ണാടി വിളയന്നൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കി. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അഭിനവാണ് മരിച്ചത്. പാലക്കാട് വിളയന്നൂർ പാലാട്ട് വീട്ടിൽ ഗിരീഷ് റീത്ത ദമ്പതികളുടെ മകനാണ്. കഴിഞ്ഞ 2 ദിവസമായി അഭിനവ് സ്കൂളിൽ പോയിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ മാസം കണ്ണാടി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ജീവനൊടുക്കിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ ഹർജി നൽകേണ്ടത് സുപ്രീംകോടതിയിലാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ വിധി പറയും. തദ്ദേശ തിരഞ്ഞെടുപ്പും SIR-ഉം ഒരേ സമയത്താണ് നടക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും. ഇക്കാര്യം കാണിച്ച ചീഫ് സെക്രട്ടറിക്ക് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. SIR-ന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നു. നടപടികൾ നീട്ടിവെക്കണമെന്നാൽ പരോക്ഷമായി SIR തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. നടപടികൾ 55% പൂർത്തിയായ ഈ ഘട്ടത്തിൽ നിർത്തിവെക്കുന്നത് പ്രായോഗികമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും കേരളത്തിന്റെ ആവശ്യത്തെ എതിർത്തു. SIR-ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. സർക്കാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് നാളെ വിധി പറയും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.